തുടങ്ങുന്നത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ നമ്മുടെ കഥാനായകനായ യാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. യാങ്ങിന് പഠിക്കാൻ തീരെ താല്പര്യമില്ല. അവൻ ഈ കോമിക് ബുക്കുകളൊക്കെ വായിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ തന്നെ ബുക്ക് വായിക്കുന്ന തിരക്കിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. ബുക്ക് വായിച്ച് ചിരിച്ച് സമയം ചെലവഴിക്കാം. എന്തായാലും സാർ ഇത് കൈയോടെ പിടികൂടുന്നുണ്ട്. ബുക്ക് എടുത്ത് വേസ്റ്റ് ബിന്നിൽ എറിഞ്ഞു എന്ന് മാത്രമല്ല കണക്കിന് വഴക്കും പറയുന്നു. അങ്ങനെ അന്നത്തെ ക്ലാസ് തുടങ്ങുന്ന സാറ് പുതുതായി ട്രാൻസ്ഫർ ആയി വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ പരിചയപ്പെടുത്തുന്നു. അവളുടെ പേര് നിയാൻ എന്നാണ്. നിയാനിന് സാറ് സീറ്റ് നൽകുന്നത് യാങ്ങിന്റെ അടുത്തായിരുന്നു. കാരണം അവിടെ മാത്രമേ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നുള്ളൂ. അവിടെ വന്ന് നിയാൻ ഇരുന്ന ശേഷം ലാസ്റ്റ് നടത്തിയ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിയാനെ കാണിച്ചു കൊടുക്കാനായി യാങ്ങിനോട് പറയുന്നു. കാരണം നിയാൻ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ടായി അല്പം കഴിഞ്ഞ് ട്രാൻസ്ഫർ ആയി വന്ന വിദ്യാർത്ഥിനിയാണല്ലോ. അപ്പൊ അവൾക്കത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാണ് സാർ ഇത് കാട്ടിക്കൊടുക്കാനായി പറയുന്നത്. അങ്ങനെ തന്റെ ക്വസ്റ്റ്യൻ പേപ്പർ യാങ് കാണിച്ചു കൊടുക്കുമ്പോഴേ യാങ്ങിനെ പറ്റി ഒരു ഏകദേശ ധാരണ വരുന്നുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ അവൻ കുത്തിക്കുറിച്ച് ഓരോ കോമിക് കഥാപാത്രങ്ങളെ ഒക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഉഴപ്പൻ പയ്യനാണ് അവൻ എന്നത് അവൾക്ക് അപ്പോഴേ അവനെ പറ്റി ഒരു ഫസ്റ്റ് ഇംപ്രഷനായി വരുന്നു. യാങ് ആണെങ്കിൽ വളരെ അപ്സെറ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. കാരണം അവൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് സാർ എടുത്ത് വേസ്റ്റ് ബിന്നിൽ എറിഞ്ഞിരുന്നല്ലോ. അതൊരു ക്ലീനിങ് സ്റ്റാഫ് കൊണ്ടുപോയി പുറത്ത് എല്ലാ ഗാർബേജും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ബിന്നിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ അതും ഇങ്ങനെ നോക്കിയിരിക്കുന്നതും അവൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കറിയില്ല ഇവൻ എന്താണ് ആ വേസ്റ്റ് ബിന്നിന്റെ അവിടെ നോക്കിയിരിക്കുന്നത് എന്ന കാര്യം. കാരണം അവൾ ക്ലാസ്സിൽ എത്തും മുന്നെയാണ് സാർ ഈ ബുക്ക് എടുത്ത് എറിഞ്ഞ ഒരു സീൻ ഉണ്ടായത്. യാങ്ങിന് സ്പേസിനെ പറ്റിയും പല കാര്യങ്ങളും അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അത്തരം പുസ്തകങ്ങളാണ് അവൻ കൂടുതൽ വായിക്കാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസം സ്കൂളിലേക്ക് രാവിലെ പുറപ്പെടുന്ന നിയാൻ അവൾ കയറുന്ന ബസ്സിൽ അവളുടെ ഡെസ്ക് മേറ്റ് ആയ യാങ് ഇരിക്കുന്നത് കണ്ട് അവന്റെ അടുത്തേക്ക് തന്നെ ചെന്ന് നിൽക്കുന്നു. അവൻ ആ സമയത്ത് സ്പേസ് സംബന്ധമായ ഒരു കോമിക് ബുക്ക് വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അവളെ മൈൻഡ് പോലും ചെയ്തില്ല. വണ്ടി ഉടനെ ബ്രേക്ക് അടിക്കുമ്പോൾ അവൾ ബാലൻസ് തെറ്റി അവന്റെ മുഖത്തേക്ക് ചെന്നറിയാതെ തട്ടുകയും അവൻ കഴിച്ചുകൊണ്ടിരുന്ന ബണ്ണ് തെറിച്ചു പോവുകയൊക്കെ ചെയ്യുന്നു. അവന് ഭയങ്കര കലിപ്പ് വരുന്നുണ്ട്. നിനക്കൊന്നും മര്യാദയ്ക്ക് നോക്കി നിന്നൂടെന്നെല്ലാം അവൻ ദേഷ്യപ്പെടുമ്പോ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ എന്ന് മട്ടില് അവൾ അവിടെ നിന്ന് മാറി അവനെ മൈൻഡ് ആകാതെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുണ്ടായിരുന്ന ബസ് ആ സമയം ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴും അയ്യോ ഇവിടെ നിന്നാൽ ലേറ്റ് ആവുമല്ലോ, സ്കൂളിൽ പോകണ്ടേ എന്നൊന്നും ചിന്തിക്കാതെ ആ കോമിക് ബുക്ക് വായിക്കാൻ കുറച്ചുകൂടെ സമയം കിട്ടിയല്ലോ എന്ന രീതിയിൽ അവിടെ അത് മാറി നിന്ന് വായിച്ചുകൊണ്ട് നിൽക്കുന്ന യാങ്ങിനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞ് ബസ്സൊക്കെ ഒന്ന് റെഡിയാക്കി അതേ ബസ്സിൽ സ്കൂളിലേക്ക് വരുന്ന യാങ് എത്തുമ്പോഴേ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. സാർ വഴക്ക് പറയുന്നു. ഈ സമയം അവൻ സാർ ഞാൻ മനഃപൂർവ്വം ലേറ്റ് ആക്കിയതല്ല, ഞാൻ കയറിയ ബസ് ബ്രേക്ക് ഡൗൺ ആയതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ പുതിയ സ്റ്റുഡന്റ് ഇല്ലേ ആ കൊച്ചിനോടും കൂടി ചോദിച്ചു നോക്കിക്കോ. കാരണം ഞാൻ കയറിയ ബസ്സിൽ ആ കൊച്ചുണ്ടായിരുന്നു എന്നല്ല അവൻ ഇങ്ങനെ പറയുമ്പോ ആണോ എന്നിട്ടാണോ ആ സ്റ്റുഡന്റ് നേരത്തെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് സാർ അവനോട് കാണിക്കുമ്പോഴാണ് അയ്യോ ഇവള് മുന്നേ വന്നു എന്നത് അവൻ കാണുന്നത്. അവൻ ഷോക്ക് ആവുന്നു. തന്റെ കൂടെ കംപ്ലൈന്റ് ആയ ആ ബസ്സിലുണ്ടായിരുന്ന ഇവളെ ഇങ്ങനെ മുന്നേ ഇങ്ങനെ വന്നു എന്നതാണ് അവന് മനസ്സിലാവാത്തത്. എന്തായാലും ലേറ്റ് ആയിട്ട് വന്നതിനുള്ള പണിഷ്മെന്റ് ഒക്കെ വാങ്ങിച്ച ശേഷം ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുന്ന അവൻ അവളോട് നീ എന്താ ബസ് കംപ്ലൈന്റ് ആയിപ്പോ ടാക്സി പിടിച്ച് വന്നോ എന്ന് ചോദിക്കുമ്പോ അല്ല ഞാൻ ഓടി വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് ഓടി വന്ന സമയം അവൻ കോമിക്ക് വായിച്ച് രസിച്ചിരിക്കല്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഇപ്പതേ അവരുടെ സ്കൂളിൽ ഒരു മത്സരത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുന്നു. അതൊരു ഓട്ട മത്സരമാണ്. അതില് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന യാങ് അവന്റെ അച്ഛനുമായി കഴിക്കുന്ന സമയം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ മത്സരത്തിൽ പങ്കെടുക്കുക, ഒന്നാം സമ്മാനം വാങ്ങിച്ചാൽ നിനക്ക് ഞാൻ സമ്മാനം വാങ്ങിച്ചു തരാന്നൊക്കെ അച്ഛൻ അവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയം അമ്മ ഫുഡ് വിളമ്പുന്ന ടീം അമ്മ എനിക്കിത് കഴിച്ചു മടുത്തു, നമുക്ക് ഹോട്ടൽ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഇത്രയും സീ ഫുഡിന്റെ വിഭവങ്ങൾ മാത്രം ഉണ്ടാക്കിയാല് എങ്ങനാ, എനിക്ക് മടുത്തു എന്ന് പറഞ്ഞവൻ സംസാരിക്കുമ്പോ ഇതൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാ, മോൻ കഴിക്കുന്നു പറഞ്ഞ് അമ്മ അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന യാങ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അടുത്ത ദിവസം നടക്കുന്ന ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനം നേടിയാല് ടെലസ്കോപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് അച്ഛൻ അവന് നൽകിയിരിക്കുന്ന ഓഫർ. നക്ഷത്രത്തെയൊക്കെ നിരീക്ഷിക്കാൻ വളരെ ഇഷ്ടമുള്ള യാങ്ങിന് ആ ടെലസ്കോപ്പ് കിട്ടുക എന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ മത്സരത്തിൽ വിജയിക്കണം എന്ന ഭയങ്കരമായ എക്സൈറ്റ്മെന്റിൽ അവൻ കിടന്നുറങ്ങുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തുന്ന അവൻ മത്സരത്തിൽ പങ്കെടുക്കാനായി പോകുമ്പോൾ എങ്ങനെയും മത്സരത്തിൽ ജയിക്കണം എന്ന ഒറ്റ ലക്ഷ്യമല്ലേ ഉള്ളൂ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന ആ ഒരു വാചകം ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് യാങ്ങിന്റെ പെരുമാറ്റം. റേസ് നടക്കുന്ന സമയം അവൻ എല്ലാവരും ആ ഒരു ശ്രദ്ധ തിരിഞ്ഞു നിൽക്കുന്ന ടീം മറ്റൊരു വഴിക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഞാൻ കണ്ടില്ലെങ്കിലും റേസിന്റെ ഇടയിൽ ഒരു പെൺകുട്ടിക്ക് വയ്യാതാവുമ്പോൾ അവൾ ആ പെൺകുട്ടിയെ കെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അടുത്ത് നിൽപ്പുണ്ട്. ആ സമയത്ത് അവൾ കാണുന്നത് റേസിന് വേണ്ടി ട്രാക്കിലൂടെ ആളുകൾ ഓടുന്ന സമയം ആരുടെയും കണ്ണിൽ പെടാതെ യാങ് മാത്രം ടാക്സിയിൽ കയറി മുന്നോട്ട് പോകുന്നതാണ്. അതായത് ഈ റേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കണക്ക് ഗ്രൗണ്ടിന് ചുറ്റും ഓടുകയല്ല, മറിച്ച് 2 പോയിന്റ് ഉണ്ട്, സ്റ്റാർട്ടിങ്ങും എൻഡും. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി അത് നമ്മൾ യാത്ര പോകുന്ന റോഡ് കണക്ക്
പറയാം. അങ്ങനെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാത്ത രീതിയിൽ ടാക്സിയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ അവിടെ നിന്ന് അല്പം മാറി കയറുന്ന അവന് എൻഡിങ് പോയിന്റിന്റെ അവിടെ അല്പം മാറി ടാക്സി ഇറങ്ങി പെട്ടെന്ന് ട്രാക്കിലേക്ക് ഓടിച്ചെന്ന് ഓടുന്നവരുടെ കൂട്ടത്തിൽ അല്പം സ്പീഡിൽ ഓടി. അതായത് അവന് ഇത്രയും നേരം ഓടി വന്ന എനർജി വേസ്റ്റ് ആയിട്ടില്ല, മറ്റുള്ളവരൊക്കെ ഓടി ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ എനർജിയോടുകൂടി ഓടി ഫസ്റ്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ 1ാം സമ്മാനം നേടിയ അവന്റെ ഫോട്ടോ പത്രത്തിൽ വരുന്നത് കണ്ടുപോലും ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവൻ ഈ കാര്യങ്ങളെ പറ്റി സ്വയം പൊക്കി അടുത്തിരിക്കുന്ന നിയാനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതെ ടാക്സി കൃത്യസമയത്ത് അവിടെ വന്ന് നിന്നതുകൊണ്ട് ഉടായ്പൊക്കെ കാണിക്കാൻ പറ്റിയല്ലോ എന്ന് അവനെ ഒരുമാതിരി കുത്തി സംസാരിക്കുന്നുണ്ട്. എന്താ നീ പറഞ്ഞെന്ന് അവൻ ചോദിക്കുമ്പോ ഞാനെന്ത് പറഞ്ഞു എന്നും പറഞ്ഞു അവളൊന്നും പറയുന്നില്ല. നീ അവൾക്ക് തന്റെ രഹസ്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് അവനപ്പോ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും 1ാം സമ്മാനം കിട്ടിയത് കൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ കണക്ക് ടെലസ്കോപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ ഉടായ്പിനെ പറ്റി അറിയാവുന്ന സുഹൃത്തും യാങ്ങും കൂടി ടെലസ്കോപ്പ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അവനെ താഴേക്ക് വിളിപ്പിക്കുന്നു. അവൻ ഉടായ്പ് കാണിച്ചാണ് ഫസ്റ്റ് പ്രൈസ് മേടിച്ചെടുത്തതെന്ന് അവന്റെ ടീച്ചർ വിളിച്ചറിയിച്ചു എന്ന് പറഞ്ഞ് അവനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന അച്ഛൻ ആ ടെലസ്കോപ്പ് അവന് സ്വന്തമായി ഉപയോഗിക്കാൻ കൊടുക്കാതെ കൂട്ടുകെട്ടി വെക്കാണ്. അവന് ഭയങ്കര സങ്കടാവുന്നു. എന്നാലും ഇതിനെപ്പറ്റി എങ്ങനെയായിരിക്കും മിസ് അറിഞ്ഞിട്ടുണ്ടാവുക കൂട്ടുകാരൻ ചോദിക്കുമ്പോ ഇനി ഒരു പക്ഷെ ഞാനായിരിക്കോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, അവൾക്ക് ഇതിനെപ്പറ്റി അറിയാമെന്ന കണക്കായിരുന്നല്ലോ അവൾ എന്നോട് സംസാരിച്ചത് എന്ന് ഓർത്തെടുക്കുന്ന അവന് ഞാൻ തന്നെയാണ് തന്നെ ഒറ്റുകൊടുത്തത് എന്ന ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതികാരം പിന്നീട് അവളോട് വീട്ടുന്നു. അവർക്കൊക്കെ സ്കൂളിൽ ഈ മിൽക്കൊക്കെ കൊടുക്കുന്ന രീതിയുണ്ട്. നിയാന് കുടിക്കാനുള്ള മിൽക്കില് സോയാ സോസ് ഒഴിച്ചു വെക്കുകയാണ് യാങ്. അവൾ അത് കുടിച്ച് ഇതെന്ത് ഇത്രയും വൃത്തികെട്ട ടേസ്റ്റ് എന്ന് കരുതി ഒന്നും അറിയാതെ അത് തുപ്പിക്കളയുന്നു. പിന്നീട് അവർക്ക് നടത്തിയ ടെസ്റ്റ് പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഓപ്ഷൻ അടയാളപ്പെടുത്തി ശരിയുത്തരം അങ്ങനെ എഴുതേണ്ട ആ ഒരു രീതി ഉണ്ടായിരുന്നു. അവളുടെ ആൻസേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ അവൾ അറിയാതെ കൈക്കലാക്കുന്ന യാങ് അതിൽ അവൾ ഡി എന്ന് എഴുതിയിരുന്ന ഓപ്ഷൻ ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അതൊക്കെ മനഃപൂർവ്വം ബി ആക്കി എഴുതിയവൻ അവൾക്ക് എക്സാമിന് കുറവ് മാർക്ക് മേടിച്ചു കൊടുക്കുന്നു. താൻ കറക്റ്റായി എഴുതിയതൊക്കെ എങ്ങനെ പിന്നീട് ഈ തെറ്റായ രീതിയിൽ മാറി എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് അവൾ ബസ്സിലേക്ക് കയറി നേരത്തെ സ്കൂളിൽ വരാതിരിക്കാനായി അവളെ ബസ്സിൽ നിന്നവൻ മനഃപൂർവ്വം ഉന്തിയും തള്ളിയും കയറ്റാതിരിക്കുകയാണ്. അങ്ങനെ ബസ് വിട്ടു പോകുമ്പോൾ അവൾ ഒന്ന് ലേറ്റ് ആയി ക്ലാസ്സിലേക്ക് എത്തുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ അവൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അവൾക്കെതിരെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവൾ സഹിച്ചെങ്കിലും ഒരു ദിവസം അവളുടെ ബോക്സ് അവൻ നല്ല ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് എടുത്തു വെക്കുന്നു. അത് എടുക്കാൻ പറ്റാതെ അവൾ ചാടി എടുക്കാനായി തട്ടുമ്പോഴേക്കും അത് താഴെ വീഴുകയും അതിലുണ്ടായിരുന്ന മിയാന് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്ന ഒരു പെൻഡന്റ് പൊട്ടുകയും ചെയ്യുന്നു. അത് അവളുടെ അച്ഛൻ മരിക്കും മുന്നേ അവളെ ഏൽപ്പിച്ച പെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഈ ഡസ്റ്റർ എടുത്ത് ദേഷ്യത്തിൽ യാങ്ങിന് നേരെ എറിയുന്ന നിയാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനോട് നിന്റെ അഹങ്കാരം നിർത്തിക്കോ, നീ ഇനി എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പോവാണെന്ന് പരസ്യമായി തന്നെ വെല്ലുവിളിക്കുന്നു. അവളെ ഇത്രയും ദേഷ്യത്തിൽ അവൾ ഈ സ്കൂളിൽ വന്നണക്കെ കണ്ടിട്ടില്ലാത്ത ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വളരെ ഷോക്കാവുന്നുണ്ടായിരുന്നു. ഒപ്പം യാങ്ങും അവൾ ഈ രീതിയിൽ പെരുമാറുമെന്ന് കരുതാത്തത് കൊണ്ട് അവളുടെ ആ ദേഷ്യം കണ്ട് ഞെട്ടി നിൽക്കുന്നു. യാങ് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് നിയാൻ അവനെ ചലഞ്ച് ചെയ്യുന്നു. അവർക്കിടയിൽ ഒരു മാച്ച് വെക്കാമെന്നും ആ മാച്ചിൽ അവൾ ജയിച്ചാൽ തോൽക്കുന്ന അവൻ സ്കേർട്ട് ഇട്ട് സ്കൂളിൽ നടക്കണമെന്നുമായിരുന്നു അവൾ വെക്കുന്ന ചലഞ്ച്. ഇത്രയുള്ളോ? ഇതൊക്കെ നിസ്സാരമെന്ന മട്ടിൽ ആ ചലഞ്ച് ഏറ്റെടുക്കുന്ന യാങ് അങ്ങനെ ബാസ്കറ്റ്ബോൾ കളിക്കാനായി തുടങ്ങുന്നു. എല്ലാവരും തന്നെ യാങ് അത്യാവശ്യം നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയതുകൊണ്ട് അവൻ തന്നെ ജയിക്കുമെന്ന മട്ടിൽ കളി കണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവരെയും അമ്പരപ്പിച്ച് യാങ്ങിനേക്കാൾ മുന്നേ അതിൽ സ്കോർ ചെയ്ത് തുടങ്ങുന്നത് നിയാനാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവന് തന്നെ പന്ത് കേട് തോന്നുന്നുണ്ട്. താൻ അവളെ നിസ്സാരമായി കണ്ടത് തെറ്റായി പോയോ? അവൾ നന്നായി കളിക്കുന്നുണ്ടല്ലോ, തന്നെക്കാൾ അവൾ സ്കോർ ചെയ്യുന്നുണ്ട്, താൻ ഇതിൽ തോൽക്കും എന്ന് കളി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുന്ന അവൻ തോക്കുന്നത് ഒഴിവാക്കാനായി കാലിന് പരിക്കേറ്റു, ഇനി ഇത് കളിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഒരു അടവെടുക്കുന്നു. അവൻ തോൽവി ഒഴിവാക്കാനായി നാണക്കേട് ഒഴിവാക്കാനായി ഒക്കെ നടത്തുന്ന ശ്രമമാണത് എന്ന് മനസ്സിലാക്കുന്ന അവൾ ശരി ബാസ്കറ്റ്ബോൾ കളിക്കണ്ട, ഞാൻ മറ്റൊരു ചലഞ്ച് തരാം, ഒരു 5 ഗെയിം നമുക്ക് കളിക്കാം. നമ്മളിൽ ആരാണോ 5 എണ്ണത്തിൽ 3 എണ്ണത്തിൽ ആദ്യം വിജയിച്ച് മുന്നോട്ട് വരുന്നത് അവരാ ചലഞ്ചിൽ ജയിച്ചതായി പ്രഖ്യാപിക്കാന്നും പറഞ്ഞ് അവൾ അവനെ അടുത്ത ചലഞ്ചിന് വെല്ലുവിളിക്കുമ്പോൾ അവൻ അത് ഏറ്റെടുക്കുന്നു. അടുത്ത ദിവസമാണ് മത്സരം ആരംഭിക്കുക. അന്നാകട്ടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന നിയാൻ അമ്മയുടെ കൂടെ ആ ഒരു ലോക്കറ്റ് എങ്ങനെയും റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. നിയാന്റെ അച്ഛൻ ഒരു സ്പോർട്സ് കോച്ചാണ്. അദ്ദേഹം അവളെ സ്പോർട്സിൽ കുട്ടിക്കാലം മുതലേ ട്രെയിനിങ് നൽകിയിരുന്നു. അവൾക്ക് അതുകൊണ്ടൊക്കെ അതിൽ വലിയ താല്പര്യമാണ്. ഇപ്പൊ തന്നെ ബാസ്കറ്റ്ബോൾ എത്ര മനോഹരമായിട്ടാണ് അവൾ കളിച്ചത്. ഒപ്പം അന്ന് വണ്ടി കേടായപ്പോ അവൾ എത്ര സ്പീഡിലാണ് ഓടി സ്കൂളിലേക്ക് എത്തിയത്. അവൾക്ക് സ്പോർട്സിൽ നല്ല പ്രാവീണ്യമുണ്ട്. അച്ഛൻ അവൾക്ക് സമ്മാനിച്ചതായിരുന്നു ആ ലോക്കറ്റ്. അവൾ അത് പൊന്നുപോലെ കൊണ്ട് നടക്കായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായി അകാലത്തിൽ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അത് ലൈഫിൽ അവൾക്ക് വലിയൊരു നഷ്ടവുമായിരുന്നു. അങ്ങനെ അമ്മ എങ്ങനെയാണ് ഈ ലോക്കറ്റ് പൊട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ എന്നെ ചുമ്മാ ശല്യപ്പെടുത്തുന്ന ഒരു പയ്യനുണ്ട്, അവൻ കാരണം പൊട്ടിയതാണെന്ന് അവൾ പറയുന്ന ടീം ദേഷ്യം വരുന്ന അമ്മ ആ അഹങ്കാരി പയ്യനെ മോൾ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തന്നെ അവളോട് പറയുന്നു. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞ് അവളും അടുത്ത ദിവസം സ്കൂളിൽ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായി പോവാണ്. അവരുടെ ആദ്യത്തെ ചലഞ്ച്
ഒരു ടെന്നീസ് മാച്ച് ആയിരുന്നു. അത് നിഷ്പ്രയാസം അവൾ വിജയിക്കുന്നു. രണ്ടാമത്തെ റൗണ്ട് ഒരു മൈൻഡ് ഗെയിം റൗണ്ട് ആണ്. അതിലും അവൾക്ക് യാങ്ങിനെ തോൽപ്പിക്കാനായി സാധിക്കുന്നു. ഇനി ഒരേ ഒരു റൗണ്ടും കൂടി. ആക്ച്വലി ഇനിയും 3 റൗണ്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ 2 വിജയങ്ങൾ തുടർച്ചയായി കിട്ടിയിരിക്കുന്ന യാങ്ങിന് അടുത്ത റൗണ്ടിലും കൂടി വിജയിക്കാൻ സാധിച്ച അടുത്ത 2 ചലഞ്ചുകൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. അവളെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനെ റൗണ്ട് 3 എന്ന് പറയുന്നത് ഈ ഗെയിമിംഗ് സെന്ററിൽ ഒരു ബൈക്ക് റേസ് കളിക്കുന്നതാണ്. പക്ഷെ അതിൽ അവൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. യാങ് ആണ് അതിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4ാമത്തെ ചലഞ്ചിലേക്ക് അവർ കടക്കുന്നു. ആ റൗണ്ട് ബലൂൺസ് ആരോ വിട്ട് പൊട്ടിക്കുക എന്ന റൗണ്ടാണ്. അതിൽ രണ്ടുപേരും ഒരേ അളവിൽ വിജയിക്കുകയും അത് സമനില ആവുകയും ചെയ്യുന്നു. ആ ഒരു റൗണ്ട് സമനില ആയതുകൊണ്ട് തന്നെ ഇനി 5ാമത്തെ റൗണ്ട് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. സ്കോർ ബോർഡ് നോക്കുമ്പോൾ ഇവിടെ 3-2 എന്നൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിലും ഒരു മത്സരം സമനിലയിൽ വന്നതുകൊണ്ടാണ് അവർ 5ാമത്തെ മത്സരത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ എന്തായാലും ഇനി ഒരു ചലഞ്ചും കൂടിയുണ്ട്. അതാണ് ആരാണ് വിജയി എന്ന് തീരുമാനിക്കാനായി പോകുന്നത്. പക്ഷെ ആ ചലഞ്ച് നടത്താനായി അല്പം സമയവും ബാക്കിയുണ്ട്. അപ്പോഴേക്കും അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെല്ലുന്ന യാങ്ങിനെ സാറ് സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. അവന്റെ ID കാർഡ് റേസ് നടക്കുന്ന ദിവസം അവൻ ടാക്സിയിൽ വെച്ച് മറന്നു. പിന്നെ ടാക്സി ഡ്രൈവറാണ് ID കാർഡ് സ്കൂളിൽ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ നീ ചീറ്റ് ചെയ്തു എന്ന കാര്യം കണ്ടെത്തിയത് എന്നൊക്കെ അവനോട് പറയുമ്പോൾ താൻ ചെയ്ത കള്ളം ഇവരറിഞ്ഞത് തന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ്, തന്റെ മറവി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന അവൻ അപ്പോ താൻ കരുതിയത് കണക്ക് നീയാൻ തന്നെ ഒറ്റ കൊടുത്തിട്ടല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവളെ താൻ വെറുതെ ഉപദ്രവിച്ചല്ലോ, അവളെ താൻ വെറുതെ കളിയാക്കിയല്ലോ എന്നൊക്കെ ഓർത്ത് വല്ലാത്ത കുറ്റബോധം അവന് ഫീൽ ആവുന്നു. അവൻ നേരിട്ട് അവളുടെ അടുത്ത് ചെന്ന് സോറി പറയുന്നുണ്ട്. ഞാൻ ആ റേസിൽ ചീറ്റ് ചെയ്തത് എനിക്ക് ടെലസ്കോപ്പ് വിൻ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ടാണ്. നീയാണ് എന്നെ ഒറ്റുകൊടുത്തിയതെന്ന് കരുതിയാണ് ഞാൻ നിന്നോട് പ്രതികാരം വീട്ടത്. ഞാൻ ഭയങ്കരമായി നിന്നോട് മാപ്പ് പറയുന്നു എന്നെല്ലാം അവൻ പറയുമ്പോൾ അവൾ അവനെ മനസ്സിലാക്കുകയും അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇവരുടെ ആ ഒരു ചലഞ്ച് ഉണ്ടല്ലോ, അതിനകത്ത് 5ാമത്തെ റൗണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം അവൾ ഓർമ്മിപ്പിക്കുന്നു. 5ാമത്തെ ചലഞ്ച് എന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ വവ്വാല് കണക്ക് കമ്പിയിൽ തൂങ്ങി കിടക്കുന്നതായിരുന്നു. അതില് നിയാൻ വിജയിക്കുകയും യാങ് തോറ്റത് കൊണ്ട് അടുത്ത ദിവസം അവൻ സ്കേർട്ട് ഇട്ട് അവൾ ആവശ്യപ്പെട്ട കണക്ക് സ്കൂളിൽ നടക്കുകയും ചെയ്യുന്നു. മനഃപൂർവ്വം തന്നെ അവളുടെ മുന്നിൽ അവൻ 5ാമത്തെ ചലഞ്ചിൽ തോറ്റു കൊടുത്തതാണ്. അവളോട് ചെയ്ത തെറ്റുകൾ അവന്റെ ഉള്ളിൽ വലിയ ഒരു കുറ്റബോധം കണക്ക് ഇപ്പോഴും ഉള്ളതുകൊണ്ട് അവൻ അങ്ങനെ രസകരമായി പലതും കാണിച്ചു കൂട്ടുമ്പോൾ അവൾ അതൊക്കെ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ എഴുതിയ എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് അറിയുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട്. കാരണം ക്ലാസ് തുടങ്ങി കുറെ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത നിയാനാണ് എല്ലാവരെക്കാളും ടോപ്പായിരിക്കുന്നത് എങ്കിൽ അവൾ എത്ര നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് അവർ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. തനിക്ക് മാർക്കൊക്കെ വളരെ കുറവായതുകൊണ്ട് യാങ് തന്നെ പഠിപ്പിക്കാമെന്ന് നിയാനോട് ചോദിക്കുമ്പോൾ ആദ്യം അവള് എനിക്ക് എന്നെ പഠിക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് കുഴപ്പി നോക്കുന്നുണ്ടെങ്കിലും അവൻ നിർബന്ധിക്കുമ്പോൾ സമ്മതിക്കുന്നു. അങ്ങനെ അവൾ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു ട്യൂട്ടറായി മാറുന്നുണ്ട്. അവനെ ഒരു തരി ഉഴപ്പാൻ അനുവദിക്കാതെ അവൾ സ്ട്രിക്റ്റ് ആയി അടുത്തിരുന്ന് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കാനും മുന്നത്തേക്കാൾ നന്നായി ഓരോ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ യാങ് തുടങ്ങുമ്പോൾ അവന് വന്നിരിക്കുന്ന ഈ മാറ്റം വീട്ടുകാരെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ അടുത്തതായി എഴുതുന്ന ഇംഗ്ലീഷ് എക്സാമിൽ 98 മാർക്ക് യാങ് വാങ്ങുമ്പോൾ നിയാൻ ഭയങ്കര ഹാപ്പി ആവുന്നു. ഇവൻ അവൾ എടുത്തിരിക്കുന്ന മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കാണ് അവൾ പഠിപ്പിച്ചിരിക്കുന്ന അവൻ വാങ്ങിച്ചതെന്നത് അവൾക്ക് തന്നെ വളരെ അഭിമാനമുള്ള ഒരു നിമിഷമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർക്ക് ഫൈനൽ എക്സാംസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ രാത്രിയൊക്കെ സ്കൂളിൽ ക്ലാസ് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ റൂഫ് ടോപ്പിലേക്ക് നിയാനെ കൂട്ടിക്കൊണ്ടു പോകുന്ന യാങ് അവിടെ അവന്റെ ടെലസ്കോപ്പ് വെച്ച് ചന്ദ്രനെ വളരെ ക്ലോസപ്പില് കാട്ടിക്കൊടുക്കുന്നു. എന്ത് ഭംഗിയാണെന്ന് അവൾ അത് കണ്ട് ലയിച്ച് നോക്കി നിൽക്കുമ്പോൾ അവളെ കണ്ട് ലയിച്ച് നിൽക്കുകയായിരുന്നു യാങ്. അവൻ അവളോടൊരു താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് സ്കൂൾ കഴിഞ്ഞ് അവൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നും അതിനായി നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെന്നും അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഒപ്പം തന്നെ അവളോട് വേറെ ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ അവൻ അസൂയ സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. മറ്റാരോടെങ്കിലും അവൾ കൂടുതലായി സംസാരിക്കുന്നതിന്റെ ഇഷ്ടക്കേടൊക്കെ അവളോട് ചെറിയ സൗന്ദര്യപ്പിണക്കമായി അവൻ കാണിക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ രണ്ടുപേരും വീക്കെൻഡ് ആവുമ്പോൾ ഒരു സ്പേസ് എക്സിബിഷൻ കാണാനായി പോകുന്നു. അവിടെയുള്ള കാഴ്ചകൾ കണ്ടിരിക്കുന്ന സമയം തനിക്ക് ഒരു ആസ്ട്രോനറ്റ് ആകണം എന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്ന് അവൻ പറയുമ്പോൾ അവൻ അതിനെപ്പറ്റി എത്രത്തോളം പാഷനേറ്റ് ആണ് എന്ന് അവൾ മനസ്സിലാക്കുന്നു. ഒപ്പം അവളും അവനോട് അവളെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയുന്നുണ്ട്. അതായത് അവളുടെ അച്ഛന്റെ പെട്ടെന്നുള്ള മരണവും അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ജോലിയിൽ ലഭിക്കുന്ന ട്രാൻസ്ഫറും ഒക്കെ കാരണം അവൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇപ്പോൾ ഈ പഠിക്കുന്ന സ്കൂളിൽ തനിക്ക് വളരെ മെമ്മറബിൾ ആയ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിക്കാൻ പ്രധാന കാരണം യാങ് തന്നെയാണെന്നും അതിന് ഒരുപാട് നന്ദി അവനോട് ഉണ്ടെന്നും ഒക്കെയാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ ഏറെ സന്തോഷാവുന്നു. അങ്ങനെ ഫൈനൽ എക്സാമും കഴിയുന്നു. അപ്പോ ഒരു കാർഡ് നിയാന് യാങ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഗുഡ് ലക്ക് എന്ന് എഴുതിയിരിക്കുന്നതും അവളുടെ ഒരു കാർട്ടൂൺ ചിത്രം വരച്ചിരിക്കുന്നതുമാണ് അവളുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്നതെങ്കിലും ഇത് നന്നായി വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കണമെന്ന് അവൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാമിന്റെ റിസൾട്ട് വരുന്നു. അവനാണ് ക്ലാസ്സിൽ ടോപ്പറായി മാറിയിരിക്കുന്നത്. അവൻ അതറിഞ്ഞ് വലിയ ഹാപ്പി ആവുന്നില്ല. കാരണം
അവനെ വിളിച്ച് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ അച്ഛൻ ആ സന്തോഷത്തിന് ഷോപ്പിലെത്തുന്ന കസ്റ്റമേഴ്സിന് ഭയങ്കരമായ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷങ്ങൾ അവന് ചുറ്റുമുള്ളവർ അവന്റെ ഇത്രയും വലിയൊരു വിജയത്തിൽ നടത്തുന്നുണ്ടെങ്കിലും അവനെ നിയാൻ വിളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരു സമാധാനം ഇല്ലാതെ അവളെ അന്വേഷിച്ച് അവൻ പോകുന്നു. ഇപ്പൊ ക്ലാസ്സിലാത്തത് കൊണ്ട് ക്ലാസ്സിൽ ചെന്ന് കാണാനും പറ്റുന്നില്ലല്ലോ. 650 647 മാർക്ക് എങ്ങാണ്ടാണ് യാങ് സ്കോർ ചെയ്തതെങ്കിൽ 607 മാർക്കോളമേ നിയാന് കിട്ടിയിട്ടുള്ളൂ. അത് നല്ല മാർക്ക് ആണെങ്കിലും അവൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ആ മാർക്ക് പോരാ. അതുകൊണ്ട് അവൾ വളരെ സങ്കടത്തിലാണെന്നും അതുകൊണ്ടാണ് അവൾ തന്നെ പോലും കോണ്ടാക്ട് ചെയ്യാഞ്ഞതെന്ന് അവന് മനസ്സിലാവുന്നു. രണ്ടുപേരും വളരെ കൂട്ടായ ശേഷം ഒന്നിച്ചൊരേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അവൻ അവിടെ പോയി പഠിക്കാം, തനിക്ക് പറ്റില്ല എന്നറിയുമ്പോൾ അവൾ ഈ വിഷമത്തിലാവുന്ന അതേസമയം നീ ഇല്ലാതെ ഞാനും അവിടേക്ക് പോവില്ല എന്ന് അവളെ കാണാനായി എത്തിയ അവൻ ഒരു തീരുമാനം അറിയിക്കുമ്പോൾ നീ ഇവിടെ നിന്ന് പോയേ, നീ എന്റെ കാര്യം നോക്കണ്ട, എനിക്ക് നിന്നെ കാണാൻ വേണ്ട, നീ എന്റെ കൂടെ നിന്ന് പഠിച്ചാ എനിക്ക് ഈ മാർക്ക് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവൾ മനഃപൂർവ്വം അവൻ താൻ ചെന്നാലേ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കൂ എന്ന തീരുമാനമെടുത്ത് അവൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കാനായി അവനെ ഇൻസൾട്ട് ചെയ്ത് മനസ്സ് വിഷമിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അവൾ ഇതൊക്കെ പറയുന്നത് തന്നെ ദേഷ്യം പിടിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിട്ട് തന്റെ ഫ്യൂച്ചർ നല്ല രീതിയിൽ താൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ്, അല്ലാതെ അവൾക്ക് വേണ്ടി ഇനിയും യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ റിജക്ട് ചെയ്ത് സമയം കളഞ്ഞ് അവളെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടല്ല എന്ന് മനസ്സിലാക്കാതെ അവൻ വളരെ വിഷമത്തിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ ചേരാനായി വിദേശത്തേക്ക് യാങ് വളരെ വിഷമത്തിൽ തന്നെ യാത്ര പുറപ്പെടുന്നു. അതേ ടീം അവിടെ തന്നെ മുന്നോട്ട് പഠിച്ച് എൻട്രൻസ് എക്സാം പാസ്സായി ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള തന്റെ ശ്രമം ഇവിടെ നിയാനും തുടരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് വളരെ ആദർശകമായി അവൻ അന്ന് നൽകിയ ഗ്രീറ്റിംഗ് കാർഡ് അവൾ ഇപ്പോൾ കാണുന്നത്. അതിപ്പോ തുറന്നു വായിക്കുന്ന അവൾക്ക് അതിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലുള്ള ഒരു ലവ് ലെറ്റർ കിട്ടുന്നു. ഇത് മുന്നേ അവൾ കണ്ടിരുന്നില്ല. ഇപ്പൊ അത് കണ്ട് തുറന്നു വായിക്കുന്ന അവൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. അവനെ കുത്തുവാക്കുകൾ പറഞ്ഞ് തന്റെ അടുത്ത് നിന്ന് അകറ്റിയത് വലിയൊരു തെറ്റായി ഫീൽ ചെയ്യുന്ന അവൾ അവനെ കാണണമെന്ന് മെസ്സേജ് അയക്കുന്നു. വീക്കെൻഡ് ഞാൻ നാട്ടിലേക്ക് വരാം, അപ്പൊ കാണാമെന്നും പറഞ്ഞ് അവൻ മെസ്സേജ് കണ്ടപാടെ അവൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസം അവരുടെ നാട്ടില് റോക്കറ്റ് വിക്ഷേപണം നടക്കുന്ന ദിവസമാണ്. അങ്ങനെ ആ കാഴ്ച കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാണ് അവർ കാണാനായി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ പോയി നിൽക്കുന്ന അവൾ വരാനായി എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നു. അവൾ വരുന്ന സമയം രണ്ടുപേരും യാദൃശികമായി തന്നെ അവർ അന്ന് സ്പേസ് എക്സിബിഷന് പോയ ടൈം അവിടെ നിന്ന് കിട്ടിയ റോക്കറ്റിന്റെ പടമുള്ള ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. തുടർന്ന് അവിടെ നിന്ന് സംസാരിക്കുന്ന ടീം ലാസ്റ്റ് അവനെ വളരെ വിഷമിപ്പിച്ച് പറഞ്ഞു വിട്ടതിന്റെ പേരിൽ അവൾ സോറി പറയുമ്പോൾ അവൾ അതൊരു കാര്യമാക്കുന്നില്ല. കൂടാതെ അപ്പോഴേക്കും റോക്കറ്റ് വിക്ഷേപണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ച അവർ നോക്കി നിൽക്കുന്നു. കാരണം യാങ്ങിന് അത് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. കൂടാതെ യാങ്ങിനെ ഇഷ്ടപ്പെട്ട് അവൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ നിയാനും അത് കണ്ണിന് വളരെ കൗതുകകരമായ കാഴ്ചയായിരുന്നു. അങ്ങനെ അത് കണ്ട് മനസ്സൊന്ന് തണുക്കുന്ന ആ സമയം താൻ എഴുതി കൊടുത്ത കാർഡ് അവൾ കണ്ടിട്ടില്ലായിരിക്കുമെന്ന് കരുതി ഇപ്പോൾ ഓപ്പണായി പ്രപ്പോസ് ചെയ്യാനായി വരുമ്പോഴേക്കും അതിനു മുന്നേ അവൾ അവനെ പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ആ സമയത്താണ് അവൻ അവളെ ഇഷ്ടപ്പെടും മുന്നേ തന്നെ അവൾക്ക് അവനോടൊരു താല്പര്യം തോന്നി തുടങ്ങിയിരുന്നുവെന്നും അവൻ മനസ്സിലാക്കുന്നത്. അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. തുടർന്ന് രണ്ടുപേരും മനോഹരമായ ഒരു ജീവിതം ഒന്നിച്ച് ജീവിക്കാനായി തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഹാപ്പി എൻഡിംഗ് ആയി ഈ ഒരു കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.